ഫ്രീ ടെക്കീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഗ്ലൂ ഗണ്ണിനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് ഗ്ലൂ ഗണ്ണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇതാണ് 100 വാട്ട്സിൻ്റെ ഗ്ലൂ ഗണ്ണ്. ഇതിൻ്റെ കൂടെ കിട്ടുന്നത് 5 ഗ്ലൂ സ്റ്റിക്കാണ്. 5 എണ്ണം. ഈ കളറാണ്, വേറെ കളറൊന്നും ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ വില 329 രൂപയാണ്. ഹാഫ് ടെക്കിൻ്റെയാണ്. 100 വാട്ട്സാണ്. 100 വാട്ട്സ് ആകുമ്പോൾ സ്മൂത്തായിട്ടൊക്കെ ഇത് നന്നായിട്ട് ചൂടായി ഇതിൻ്റെ കൂടി ഗ്ലൂ ഗൺ നല്ല പേസ്റ്റ് പോലെ കിട്ടും. 20 വാട്ട്സിൻ്റെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടിയായി പോകും. എന്ന് വെച്ചാൽ നെക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് വരാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് 100 വാട്ട്സിൻ്റെ ഓർഡർ ചെയ്തത്. ഇതിനകത്ത് എഴുതിയേക്കുന്നത് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതിപ്പം പറയാൻ സമയമില്ല. അപ്പം ഇതിനകത്ത് പറയാനുള്ളത് 3 തൊട്ട് 5 മിനിറ്റിനുള്ളിൽ ഇത് ചൂടാവും. പിന്നെ 50% ഇലക്ട്രിസിറ്റി സേവ് ചെയ്യും. പിന്നെ നമുക്ക് ഇലക്ട്രിക് വയർ, ടോയ്സ്, പിന്നെ അങ്ങനെ കുറേ സാധനത്തിലൊക്കെ നമുക്കിത് ഒട്ടിക്കാം. വുഡ്, പ്ലാസ്റ്റിക്, ഫൈബർ, പേപ്പർ, കാർഡ്ബോർഡ്, അങ്ങനെ എല്ലാത്തിനും പറ്റും. പിന്നെ ഒരു 11 mm ഒരു ഗ്ലൂ സ്റ്റിക്ക് ഉണ്ട്. ഇത്രയുള്ള 11 mm ഗ്ലൂ സ്റ്റിക്ക്. ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്ന ഫീച്ചേഴ്സ്. പൊട്ടിക്കാം. ഇതാണ് എടുക്കാൻ പോകുന്നത്. ചെറിയ വെയിറ്റ് ഒക്കെ തോന്നുന്നുണ്ട്. ഞാൻ 80 വാട്ട്സിൻ്റെ ഇത് വാങ്ങിക്കാൻ കാരണം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ഇത് 100 വാട്ട്സ് ആകുമ്പോൾ നല്ല ചൂടായിരിക്കും. ഇവിടെ തൊടല്ലേ, ഇത്തിരി അപകടമാണ്. അതുകൊണ്ടാണ് ഇത്ര ഉള്ളു മീറ്റർ നീളം വയറിന്. നമുക്ക് ഈ ഗ്ലൂ സ്റ്റിക്ക് ഇത് കയറ്റണമെങ്കിൽ ഇവിടെ ഒരു കെഴുത്തുണ്ട്. പതിയെ കയറ്റണ്ട, ഒടിഞ്ഞു. അപ്പോൾ ഇത്ര ഉള്ളു, ഇത്ര കയറുള്ളൂ. ഇനി ഇത് ഓണാക്കി ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെ വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വരും. ഓൺ ആൻഡ് ഓഫ് സ്വിച്ചാണ് ഇത്. ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ഇതിലൂടെ ഒരു സ്റ്റാൻഡിങ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ആയിരിക്കും. ഇതിന് കറണ്ട് കുത്തുന്ന വീഡിയോ ഇപ്പം കാണിക്കാം. ഇതിപ്പോൾ ഇനി സ്വിച്ച് ഓൺ ആക്കാൻ പോകണമെങ്കിൽ ഇത് പേപ്പർ വെച്ചതിന് കാരണം ഇത് നന്നായിട്ട് ചൂടാക്കുമ്പോൾ ഇതിൽ കൂടി പശ വന്നിട്ട് ഇത് ഒത്തിരി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതൊരിക്കലും ഈ ഗ്ലൂ ഗൺ കയറ്റിയിട്ട് വലിച്ച് പുറത്തേക്ക് ഇറക്കില്ല. അത് ഇതിന് ഡാമേജ് വരുത്തും. പിന്നെ ഒത്തിരി നെക്കല് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരുന്നു, ഇത് നെക്കി ഒരു കട്ടി വരുമ്പോൾ അപ്പോൾ ഓഫാക്കി പോകണം. പിന്നെ ഇത് വാങ്ങിക്കുന്ന ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാൻ പോകണം. ഇപ്പോൾ ഇനി ഓണാക്കാൻ പോവാണ്. മുമ്പേ ലൂസ് കണക്ഷൻ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു. ഇപ്പോൾ ഓണാക്കി. സ്വിച്ച് ഇപ്പോൾ ഓണാണ്. താഴോട്ട് ഓഫും മണ്ടക്കോട്ടുമാണ്. ഇനി നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം ഗ്ലൂ സ്റ്റിക്ക് ഇപ്പം ഫുള്ളായിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇതിപ്പം 2 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ചൂടാവുമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതുപോലെ അല്ലായിരുന്നു, പെട്ടെന്ന് ചൂടായി. ഇത് കയ്യെ വീണ ഇത്തിരി പ്രശ്നമാണ്. അതുകൊണ്ട് അത് സൂക്ഷിച്ചോണം. ഇവിടെ ആയിട്ടൊന്നും തൊടാതിരിക്കുന്നതാണ് നല്ല ഗ്ലൂ ഗണ്ണിൻ്റെ. ഇത് ഞാൻ 2 കാർഡ്ബോർഡ് തമ്മിൽ കൂട്ടി ഒട്ടിക്കുവാണ്. ഇതുണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് വരുന്നുണ്ടോ? കണ്ടോ? ഇങ്ങനെ ഒട്ടിച്ചോ. ഇതിപ്പോൾ ഞാൻ ഒന്ന് ഒട്ടിച്ചായിരുന്നു. ഇത് ഇപ്പോൾ എഴുതുന്നുണ്ടോ, നല്ല കറക്റ്റ് രീതിയാണ്. ഉണ്ടോ? ഇതിപ്പോൾ ഒരു കസാരയാണ്. ഈ കസാര ഇവിടെ കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു.
കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പൊട്ടിയ ഭാഗം ഇതൊന്ന് ഒട്ടുമോ നമുക്കൊന്ന് നോക്കാം. നല്ല സ്മൂത്തായിട്ട് വീഴുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല. നല്ല ക്രാഫ്റ്റിന് പറ്റിയ സാധനങ്ങൾ കണ്ടോ, സ്മൂത്തായിട്ട് വരുന്നുണ്ട്. 20 വാട്ട്സിൻ്റെ അങ്ങിയില്ലേ നെക്കിയൊന്നും പോരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 100 വാട്ട്സിൻ്റെ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഓഫാക്കി അത് നമുക്കത് കുറച്ച് നേരത്തേക്ക് ചൂടാവും. അത് തുണി വെച്ചൊന്ന് പതിയെ തൂത്ത് കൊടുക്കുക. അതിന് ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ചാലും ഇത് ഒട്ടിച്ചിട്ട് ആ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഞാൻ ഇത് തൂത്തപ്പോൾ ആ നിമിഷം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ടയാണ്. ഒരു 10 സെക്കൻഡ് ഇപ്പോൾ ഈ കസേര പോലെ അനക്കം പോലില്ല. അത്ര പെർഫെക്റ്റ് പശയാണ്. ഇതങ്ങനെ പറഞ്ഞൊന്നും പോകത്തില്ല. അത് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇത് തേച്ചിട്ട് ഇപ്പോൾ കട്ടി കാണും. എന്നിട്ട് തുണി ഇട്ടൊന്ന് ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇത് പോകാതിരിക്കും. ഇപ്പം ഞാനില്ലേ ഗ്ലൂ ഗൺ ഇട്ട് ഒട്ടിച്ചു. നല്ല കട്ടിക്കിരിപ്പുണ്ട്. ഇത് ഒട്ടിക്കുമ്പോൾ കട്ടിയായിട്ടിരിക്കും. പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് തേച്ചിട്ട് അപ്പം തന്നെ തേച്ചിട്ട് 2 സെക്കൻഡ് കഴിയുമ്പോൾ തുണി ഇട്ട് പെട്ടെന്ന് തൂത്താൽ അത് അവിടെ നിന്ന് കട്ടിക്കിരുന്നോളൂ. ഇതിപ്പോൾ 2 മിനിറ്റിനുള്ളിൽ ഇത് ഇപ്പോൾ ചൂടായിരുന്നു. അപ്പോൾ ഞാനിത് ഒട്ടിച്ചപ്പോൾ വലിയ നല്ല പശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്രാഫ്റ്റ് പരിപാടിക്ക് 20 വാട്ട്സിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കട്ടയായി പോവും. ഇതിപ്പം 100 വാട്ട്സിൻ്റെ ആയതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് ഓടിച്ചു വരും. ഇല്ലെങ്കിൽ മറ്റേ നിൽക്കുമ്പോൾ ചാടി പോകുന്നവരുണ്ട്. ഇതിപ്പോൾ ചൂടായി ഓരോ 10 സെക്കൻഡ് കൂടുമ്പോൾ പതിയെ നെക്കി കൊടുത്താൽ ഇത് കുറച്ചും കൂടി അകത്തോട്ട് കയറും. ഇതിപ്പോൾ നല്ല പശയാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.